ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വൻപയർ കറി ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് വൻപയറാണ് എടുത്തിട്ടത്. ഇത് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച വൻപയറാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു കുക്കറിലേക്ക് ഇട്ടത് വേവിച്ചെടുക്കണം. കുക്കറിലേക്കിട്ട് വേവിക്കുമ്പോൾ ഒരു 3-4 വിസിൽ മതി വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇതാ ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്തത് കുക്കറിലാക്കി വേവിച്ചെടുക്കാം. പയറ് വെന്ത് വരുന്നവരേക്കും നമുക്ക് സവാളയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, സവാള ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവാതെ വഴറ്റിയെടുത്താൽ മതി. മൂടി വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. മഷി പോലെ അരയാതെ നോക്കണം. ആ വിധത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ സവാള എന്തായി നോക്കാം. സവാളയെല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച വൻപയറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം മിക്സ് ചെയ്ത് ഇതിൽ വെള്ളമെല്ലാം ഒന്ന് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതാ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വൻപയർ കറി നമ്മൾ പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറുത്തിട്ട് കൊടുക്കാം. ചെറിയൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ